ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി സോഫ്റ്റ് ബണ്ണാണ്. ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് പാൽ വേണം. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാനുള്ളത് ഡ്രൈ ഈസ്റ്റ് 2 ടീസ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർത്തിട്ട് 1 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് മൈദ 4 കപ്പ് ചേർക്കണം. പിന്നെ ചേർക്കാനുള്ളത് പഞ്ചസാര 1/4 കപ്പ്. പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ മിക്സിങ് ഇമ്പോർട്ടൻ്റ് ആണ്. 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ടായാലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കാം. 1 മണിക്കൂറാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ബേക്കിംഗ് ട്രേയിൽ വയ്ക്കാം. എന്നിട്ട് കവർ ചെയ്ത് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യണം. ഈ സമയം കൊണ്ട് നമുക്ക് 1 മുട്ടയും 1 ടേബിൾ സ്പൂൺ മിൽക്കും വെച്ചിട്ട് എഗ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ വെച്ചിട്ടുള്ള ബോളിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ട് ചേർക്കണം. ഇപ്പോൾ എഗ് വാഷ് എല്ലാ ബോളിലും നന്നായിട്ട് ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. പ്രീഹീറ്റ് ചെയ്ത അവനിൽ 170 ഡിഗ്രിയിൽ 18 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ബൺ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബണ്ണാണ്. ഞാനിവിടെ 28 ബണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത്രയും മാവ് യൂസ് ചെയ്തിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.